ഹലോ ഗായ്സ്, അടുത്തത് നമ്മളൊരു വിഷു ക്രാഫ്റ്റ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളിയാണ് കേട്ടോ. ഉരുളിക്ക് ശരിക്കും ക്ലേ ആണ് വേണ്ടത്. ക്ലേ എന്ന് പറയുന്ന സാധനം നമ്മളെടുത്തില്ല, ഉണ്ട് പക്ഷെ കുറച്ചേ ഉള്ളൂ, എടുക്കാൻ മടിയാണ്. പിന്നെ ഇത് ഇതുപോലൊരു പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പൊതിഞ്ഞെടുക്കാൻ പറ്റൊരു കഷ്ടപ്പാട് അത് വേറെ തന്നെയാണ്. പിന്നെ അതിന് കളർ അടിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂവും യെല്ലോയും റെഡും പിന്നെ ഇതുപോലെ ഒരു ആഷ് കളറും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കളർ കിട്ടും. എന്നിട്ട് അതിനെ അങ്ങോട്ട് നല്ലോണം അടിച്ചു കൊടുത്തു. അപ്പോഴാണെങ്കിലോ ഉള്ളിലും ഇല്ല. സാരല്ല, നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇനി കുത്തിരുന്ന് ഉണ്ടാക്കാൻ എനിക്കൊന്നും വയ്യ. എന്നാലും ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇത് കാണൂലായിരിക്കും അല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഉടയാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലിറ്ററി ഷീറ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി, ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചാലും മതി. ഇനി യെല്ലോ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വിശറിക്കൊക്കെ മടക്കുന്ന പോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ കാലും ചുറ്റി കൊടുക്കുക. ഇത് ചെറിയ കണിക്കാണെങ്കിൽ ഞാൻ വലിയ കണിക്ക് വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാൽക്കണ്ണാടിക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ട് കളർ എടുത്ത് അതിൻ്റെ ഉള്ളിലൊരു മിഠായി കടലാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ കണിക്കുള്ളത്. പിന്നെ കണിക്കൊന്ന് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോക്കെ, നല്ല അടിപൊളിയാണ്. പിന്നെ മുന്തിരിയൊക്കെ കണ്ടാൽ മനസ്സിലാവുമെങ്കിലും മറ്റേ തക്കാളി അല്ല, ആപ്പിളാണ്. അടുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരുവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പച്ച ക്ലേ വെച്ചിട്ട് ഇതുപോലൊരു പിന്ന് വെച്ച് കുത്തി കൊടുക്കുക. ചക്ക റെഡിയായില്ലേ. രണ്ടാമത്തെ ചക്കക്കുരുവമ്മേ മഞ്ഞ കളറാണ് ചുറ്റുന്നത്. ഇടയ്ക്ക് കൂടെ നല്ല പച്ച കളറും കൂടി കൊടുത്താൽ കണിവെല്ലാം റെഡിയായി. ഇത് ക്രീം ബിസ്ക്കറ്റാന്ന് പറയരുത് കേട്ടോ, തേങ്ങയാണേ. ഇടയ്ക്കൊക്കെ ഒരു ചായ അല്ലേ. ഈ തേങ്ങ പോലെ കിടക്കണത് മാങ്ങയാണേ. അങ്ങനെ ഒക്കെ റെഡിയായി. കൂട്ടത്തിലൊരു കൃഷ്ണനെയും കമ്മലും 2 പൈസയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം. അപ്പോൾ ഓക്കെ, ബൈ.